ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ കിളികളെയൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ഏവിയറിയിലോട്ട് അയച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നമ്മൾ ഇതിൽ ചെടിയും ഇതൊക്കെ സെറ്റ് ചെയ്യണതും കിളികൾ അയച്ചിടുന്നതൊക്കെ ഇതിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പഞ്ചാരപ്പഴം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലുതായിരുന്നു. പക്ഷെ അത് കരിഞ്ഞു പോയി. എന്ത് പറ്റിയാണെന്നറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു കൊമ്പാണ് നമ്മുടെ കൂടിൻ്റെ ഉള്ളിൽ വെക്കാൻ നമ്മൾ എടുക്കണത്. അപ്പോൾ അത് മുറിച്ചിട്ടുണ്ട്. നമ്മുടെ ഇസയും കോഴിയൊക്കെ അപ്പുറത്ത് ഇപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. വടി സെറ്റ് ചെയ്യാം. ഇത് നമ്മുടെ പഞ്ചാരപ്പഴത്തിൻ്റെ കാണിച്ചില്ലേ, അത് മൊത്തം കരിഞ്ഞു വരും. അപ്പോൾ അതെടുത്തതാണ്. എന്നാലും ഇത് നമുക്ക് നോക്കിയിട്ട് ഇവിടെ എവിടെയാണെന്ന് വെച്ചാൽ സെറ്റാക്കി വെക്കാം. അതായത് നമുക്ക് ഇന്ന് എല്ലാ കിളികളെ ഞാൻ അഴിച്ചിടണേ കേട്ടോ. ഡയമണ്ടാവും ബാക്കി ഐറ്റംസ് ഒക്കെ അകത്തിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ അഴിച്ചിടാം. ഇന്ന് നമ്മുടെ കൂടിൻ്റെ ഏവിയറിയുടെ ഉദ്ഘാടനവും. ജാവയുണ്ട്, പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ് ഉണ്ട്, ഡയമണ്ടാവും, പിന്നെ നമ്മുടെ കോക്ടെയിലിന് അതിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഫിഞ്ചസിനെ കിട്ടിയിട്ടില്ല. നമ്മ കഴിഞ്ഞ ദിവസം പോയി നോക്കിയിട്ട് മറ്റേ ഇത് കുഞ്ഞുങ്ങളായിരുന്നു, വലുതിനൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അതാണ് അപ്പം അതിനെടുത്തിട്ടില്ല. തൽക്കാലം ഇതിനിടാം. and ബാക്കി നമുക്ക് പിന്നീട് മേടിക്കാം. എന്നാലും നമുക്ക് ഫസ്റ്റ് ജാവനെ തന്നെ അഴിച്ചിടാം. നമുക്ക് ഫസ്റ്റ് ബ്ലാക്ക് ജാവയാണ്. ഇത് അഡൽട്ട് ആവണുള്ളൂ കേട്ടോ. 3 അവിടെ ഉണ്ടായിരുന്നു ബ്ലാക്ക്. അതിന് 3 എടുത്ത്. എന്തായാലും ഫസ്റ്റത്തെ കിളിനെ നമുക്ക് അഴിച്ചു വിടാട്ടോ. ഇത് നല്ല കൊത്തു കൊത്തണം. അടുത്ത ആളെയും കൂടെ എടുക്കാം. രണ്ടുപേരും ഒരുമിച്ച് വിടാം. നല്ല കൊത്തു കൊത്തണ്. എന്തായാലും നമുക്ക് അഴിച്ചു വിടാലോ. അടുത്ത ആളെ പിടിക്കാം. നമുക്കിനി ഇതിൽ വേറെ എന്ത് ഐറ്റംസിനെയൊക്കെയാണ് സെറ്റ് ആക്കണ്ടേന്നൊക്കെ ഒന്ന് പറയണോട്ടാ. എന്നാലും എല്ലാവരും കമന്റ് ചെയ്യുക. ഇയാളുടെ തലേമേന്ന് ഇത്തിരി തോല് പോയിട്ടുണ്ട്.
ഉണ്ടാ ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയിട്ടുണ്ട്. ഇയാളെയും കൂടെ ഇവര് കറുത്ത് പേറാണ് കേട്ടോ. ഇത് ഒരു ജോഡിയാണ് ഉണ്ടായിരുന്നത്, 2 ജോഡി ഉണ്ടായിരുന്നു, ഒരെണ്ണം സെയിലായി പോയി. നല്ല കൊത്താണ് നോക്കണം. ഇത് മെയിലും ഇത് ഫീമെയിലുമാണ്. ഇവന്മാരെയും കൂടെ ഇടാം. ആഫ്രിക്കൻ ലവ് ബേർഡ് നമുക്ക് അതേപോലെ കയ്യിൽ പിടിക്കാൻ പറ്റില്ല, നല്ല കൊത്ത് കിട്ടും. അപ്പൊ ഇനി നമ്മുടെ ഡയമണ്ടാവും. ഇവന്മാരെ കൊണ്ടുവന്നിട്ട് കുറച്ചായിട്ടാ. ഞാൻ ഇതിന്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവന്മാരെ നമ്മൾ എടുത്തതിന്റെ ഒക്കെ. അപ്പൊ ഇവന്മാരെ നമുക്ക് ഇടാം. ഇനി പറന്നൊന്ന് സെറ്റ് ആവണം. ഇവര് ഒന്ന് ചെറിയ കുട്ടി കിടന്നിരുന്നോണ്ടേ. ഓക്കെ, അപ്പൊ അമ്മര് കഴിഞ്ഞ് എന്റെ പുറകിലൊന്നിരിപ്പുണ്ട്. നമുക്കിനി അടുത്ത ടീംസിനെ അയച്ചിടാം. ഇമാരെ നമുക്ക് അതേപോലെ പിടിക്കാൻ പറ്റൂല കേട്ടാ. ഇതിനെ നമ്മൾ എടുക്കാനായിട്ട് പ്രതീക്ഷിച്ചതല്ല, ജസ്റ്റ് അങ്ങനെ കണ്ടപ്പോ അവിടെ നിന്ന് എടുത്തതാണ്. നല്ല ആൽബിനോ ഉണ്ട്. ഇതിന്റെ പേര് വേറെ പല പേരുകളുണ്ടല്ലോ ആഫ്രിക്കൻ ലവ് വേണ്ട, ഇത് കറക്റ്റ് ഒരു പരിപാടിയില്ല. ഇമാരെ നമുക്ക് എന്തായാലും കൈ കൊണ്ട് പിടിക്കാൻ പറ്റൂല, നല്ല കൊത്തു. അതെ, ഒരാള് പയ്യെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവര് കൺഫേം പേരാണ് കേട്ടോ. ഇനി ബ്രീഡിംഗ് ബോക്സ് ഒക്കെ കൂടെ ഇതിൽ സെറ്റ് ചെയ്യാനുണ്ട്, അത് നമുക്ക് വെക്കണം. കുഞ്ഞു ഡോറാണ്. ഇപ്പൊ എന്തായാലും എല്ലാരും നമ്മൾ അഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഇഗ്വാനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുതന്നെ ജാവ അതൊക്കെ ഇപ്പൊ ലാവിഷായിട്ട് പറഞ്ഞു നടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. എന്നാലും ഇനി ഇതിൽ ആഡ് ചെയ്യേണ്ട കിളികളൊക്കെ ഇനി ഏതൊക്കെയാണെന്നുള്ളതും പിന്നെ ഇതിൽ എന്തൊക്കെ ഇനി ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തണമെന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഇഗ്വാനെയും കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഇതില് നമ്മ ഇടൂല കേട്ടോ, ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് വന്നുള്ളൂ. പിന്നെ നമ്മുടെ മിട്ടുവിനെയും മിടിക്കിനെയും കൊണ്ടുവന്നിട്ടുണ്ട്, അവരെയും കൂടി കട കയറ്റിക്കോളാം. നമ്മുടെ ഇഗ്വാന അവിടെ ഇരുന്നോളൂ. അതാരാടാ വന്നത്? ഒരാള് കയ്യിൽ പറഞ്ഞു തന്നിരുന്നിട്ടാ. ഇഗ്വാന ഇരിപ്പുണ്ട്. ഇവരിപ്പോ നമ്മുടെ കുറെ ദിവസം ആയല്ലോ ഉള്ളത്, നമ്മുടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല. ഇഗ്വാന തലയിൽ ഇരിപ്പുണ്ട്. നമ്മളെ മിട്ടും മിടുക്കിയുണ്ട്. അമ്മമാരെ നമുക്കൊന്ന് അഴിച്ചിടാം. വടാ, എണ്ണൊക്കെ കറക്റ്റ് അല്ല, എല്ലാം ഉണ്ടല്ലോ അല്ലേ, ഹോളുകളെല്ലാം അടച്ചിട്ടുണ്ട്. നമ്മുടെ മിട്ടു പുറത്തിറങ്ങിയിട്ടുണ്ട്. മിടിക്കിത ഇപ്പോഴും കൂട്ടി തന്നെ ഉണ്ട്. വാ മിട്ടോ, അത് കൂട്ടീന്ന് ഇറങ്ങിയാൽ അതിന്റെ മുകളിൽ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നു. നമ്മളെ ഇഗ്വാന അജുവിന്റെ വളർത്തിരിപ്പുണ്ട്. ഡയമണ്ട് കിടന്ന് പറഞ്ഞിരിക്കുന്നു.
ആഫ്രിക്കന്റെ കൊത്തിപ്പറക്കല് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചില്ലകളൊക്കെ കൊത്തി പൊളിക്കുന്നുണ്ട്. ഇവന്മാരെ മിക്കവാറും ചിലപ്പോ ഒരു കേജിലോട്ട് മാറ്റേണ്ട ചാൻസ് ഉണ്ട്. നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.